നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. കല്യാണ ദിവസം അമ്മയ്ക്കൊരു വാക്ക് കൊടുത്തു. അഖിൽ സാറുമൊത്ത ഭാര്യ ഭർത്താക്കന്മാരെ പോലെ കഴിയില്ലെന്ന്. ആ വാക്ക് ഞാൻ പാലിക്കുന്നുമുണ്ട്. ഇല്ല സ്വാമി, ഞാൻ കൊടുത്ത വാക്കുകളൊക്കെ പാലിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് തെറ്റിയതാ. ഒരു മുഖം കാണുമ്പോ ആ ആളിനെ കുറിച്ച് പലതും തെളിഞ്ഞു വരും. മകളിൽ എന്തോ ഒരു ന്യൂനത കണ്ടു, അതുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. പൊയ്ക്കോളൂ. അയ്യോ, അരുന്ധതി മാഡത്തിന് കൊടുത്ത വാക്ക്, വിസ്മയ്ക്ക് വേണ്ടി പാടാന്ന് കൊടുത്ത വാക്ക്, അതിൽ നിന്ന് ഞാൻ പിന്മാറിയല്ലോ. ഈശ്വര, അതാ ഇപ്പൊ സൂചന തന്നിരിക്കുന്നത്. സ്വാമി, എന്താ മോളെ? സ്വാമി പറഞ്ഞാ നേരാ. ഞാൻ ഒരാൾക്ക് കൊടുത്ത വാക്കിന്ന് പിന്മാറിയിട്ടുണ്ട്. അത് സത്യോ? സ്വാമി കണ്ടതൊക്കെ സത്യോ? ഞാൻ എന്ത് പ്രായശ്ചിത്താ ചെയ്യേണ്ടത്? മകള് വിഷമിക്കാതെ. ഞാൻ പറഞ്ഞില്ലേ, ഈ മുഖത്ത് ഒരു ദൈവാധീനം കാണുന്നുണ്ട്. മോൾ എന്ത് ചെയ്തു, എന്തിനു ചെയ്തു എന്നുള്ളതെല്ലാം ഭഗവാന് മനസ്സിലാവും. മോളുടെ ഭാഗത്തായിരിക്കും ശരി. പക്ഷേ മോളെ, കഴിയുമെങ്കിൽ ഒരു വാക്ക് കൊടുത്താൽ അത് പാലിക്കുക തന്നെ വേണം. പാലിക്കാൻ കഴിയാത്ത വാക്കുകൾ ഒരിക്കലും കൊടുക്കരുത്. ഇതെന്താ വരാത്തത്? ഇനി വിചാരിച്ചതൊന്നും നടന്നില്ലേ? മമ്മി കുറെ നേരമായല്ലോ ഈ വെപ്രാളം കാണിക്കുന്നു. ആരെങ്കിലും കാത്തു നിൽക്കാണോ? വത്സേ, എത്തിയോ? മകളെ, എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. ദാ സ്വാമി, ഈ ദക്ഷിണ സ്വീകരിച്ചാലും. ദക്ഷിണ കുറവാണല്ലോ മകളെ. ദാ സ്വാമിക്ക് സന്തോഷമാവട്ടെ. ഞാൻ ദക്ഷിണ കയ്യിൽ തന്നെ കരുതി നിൽക്കുകയായിരുന്നു. സ്വാമി, വത്സേ, എല്ലാം പ്ലാൻ ചെയ്തതുപോലെ തന്നെ നടന്നല്ലോ അല്ലേ? ഒറിജിനൽ സന്യാസി പോലും തോറ്റുപോകും. അതുപോലുള്ള അഭിനയമല്ലായിരുന്നോ? എനിക്ക് പോലും സംശയം തോന്നി ഞാനൊരു ഒറിജിനൽ സന്യാസിയാണോ എന്ന്. ഒരാൾക്ക് കൊടുത്ത വാക്കിൽ നിന്ന് പിന്മാറിയാൽ ദൈവകോപം വരും. അത് പ്രത്യേകം പറഞ്ഞില്ലേ? എല്ലാം മാറ്റി പൊളിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആദ്യം അവക്ക് ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് പിടികിട്ടിയില്ല. ഒന്നങ്ങോട്ട് നടന്നു, പിന്നെ അവിടെ അങ്ങ് നിന്നു, തിരിച്ചു വന്നു. എന്താ മമ്മി, എന്താ കാര്യം? പറയാം. അവളുടെ മുഖത്ത് ഒരു പേടി വന്നല്ലോ അല്ലേ? മാഡം പേടിക്കാതെ, അവള് നന്നായി പേടിച്ചിട്ടുണ്ട്. അതിരിക്കട്ടെ, ഒരു കാര്യം. എന്താ? എന്ത് കാര്യത്തിനാ ആ കൊച്ചിനെ പേടിപ്പിച്ചേ? അതൊക്കെ പറയാം. താൻ പോയിക്കോ. ഇനി ആവശ്യം വന്നാൽ ഞാൻ വിളിപ്പിക്കും. മാഡത്തിന്റെ വിളി വന്നാൽ അടുത്ത നിമിഷം ഞാൻ വിളിക്കും. ശരി ശരി, പോയിക്കോ. ഓ, എന്താ മമ്മി, എന്താ കാര്യം? 19ാമത്തെ അടവിറക്കിയതാ മോളെ. ഇതിലവള് വീഴും. അല്ല, വീണു. മമ്മി, എന്താ കാര്യം എന്ന് വെച്ചാ പറയൂ. ഇപ്പൊ വന്നില്ലേ ഒരു സന്യാസി. അവനൊരു കള്ളനാ. കാശിനു വേണ്ടി ഏതു വേഷവും കിട്ടും. എനിക്ക് വേണ്ടിയാ, അല്ലല്ല, നമുക്ക് വേണ്ടിയാ അവ സന്യാസിയായത്. ഇന്നവൻ അമ്പലത്തിൽ വെച്ചേ ശ്യാമയെ കണ്ടു. ആഹാ, എന്നിട്ട്? കൊടുത്ത വാക്കിൽ നിന്ന് പിന്മാറിയാൽ ശാപം കിട്ടുമെന്ന് അവളോട് പറഞ്ഞു. എന്തായാലും കാര്യങ്ങൾ കൃത്യമായിട്ട് ഫലിച്ചിട്ടുണ്ട്. അമ്പലത്തിൽ വെച്ച് ഏതോ സന്യാസിയെ കണ്ടു അത്രേ. ആ സന്യാസി പറഞ്ഞു ആർക്കോ ശ്യാമ വാക്ക് കൊടുത്തു. ആ വാക്കിന്ന് പിന്മാറിയതുകൊണ്ടാണ് ശ്യാമയ്ക്ക് ദോഷം സംഭവിച്ചതെന്ന്. അതെന്താ? അതൊരു പുതിയ അറിവാണല്ലോ. ആർക്ക് എന്ത് വാക്ക് കൊടുത്തിട്ട് അവിടെ പിന്മാറിയത്? ആരേ സന്യാസി?
എനിക്കറിയില്ല. രണ്ട് ദിവസത്തിനുള്ളിൽ കൃഷ്ണതുളസി എന്ന അജ്ഞാത ഗായിക പാടിയ പാട്ട് ലോകം കേൾക്കാൻ പോവാ. ബാക്കി കാര്യങ്ങളെല്ലാം പൂർത്തിയായി. ഇനി ഫൈനൽ മിക്സിംഗ് കൂടി മാത്രം. ഈ പാട്ട് പുറത്തു വന്നു കഴിഞ്ഞാൽ കൃഷ്ണതുളസി ആരാണെന്ന് ആൾക്കാർ അന്വേഷിച്ചു തുടങ്ങും. അന്വേഷിച്ചു തുടങ്ങണമല്ലോ. അന്വേഷിച്ചു തുടങ്ങട്ടെ. നമ്മൾ പറഞ്ഞ പോലെ ചിലർ തെറ്റിദ്ധരിക്കും കൃഷ്ണതുളസി എന്ന ഈ ഗായിക വിസ്മയ തന്നെയാണോ എന്ന്. ചിലര് പറയും വിസ്മയെ തോൽപ്പിക്കാൻ മറ്റൊരു ഗായിക വന്നിരിക്കുന്നു. അങ്ങനെ ചർച്ചകൾ നടക്കും. നടക്കട്ടെ. ആ സമയം നമ്മൾ ശ്യാമ എന്ന കൃഷ്ണതുളസിയുടെ അടുത്ത പാട്ടിറക്കും. സത്യത്തിൽ ശ്യാമ ആകെ ടെൻഷനില്ല. ഈ പാട്ട് പുറത്തു വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ അരുന്ധതിയും വിസ്മയെ അന്വേഷണം തുടങ്ങും കൃഷ്ണതുളസി ആരാണെന്ന്. അന്വേഷിക്കട്ടെ. അമ്മയും മകളും തീ പിടിച്ച രീതിയിൽ അന്വേഷിക്കട്ടെ. ചിലപ്പോ അവർക്ക് മനസ്സിലാവുകയും ചെയ്യും. മനസ്സിലാവണം. നമ്മൾ ശ്യാമയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്നില്ലല്ലോ. ഏതോ കൃഷ്ണതുളസി എവിടെയോ ഇരുന്ന് പാടുന്നു. ഒന്നിനു പുറകെ ഒന്നായി പാട്ടുകൾ. കൃഷ്ണതുളസി എന്ന ഗായികയെ ലോകത്തിനു മുൻപിൽ അവതരിപ്പിക്കേണ്ട കൃത്യസമയത്ത് നമ്മൾ ശ്യാമയെ പരിചയപ്പെടുത്തും. ശ്യാമയാണ് ലോകം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കൃഷ്ണതുളസിന്ന് എല്ലാവരും തിരിച്ചറിയുകയും ചെയ്യും. അപ്പോ വിസ്മയ വിസ്മയ അതോടെ ഗോവിന്ദ. ജനം വിസ്മയെക്കുറിച്ചും അന്വേഷിക്കും. അവളുടെയും അമ്മയുടെയും ചതിയും കള്ളത്തരവും ലോകം അറിയും. എടോ അഖിലെ, താൻ ഭാഗ്യവാനായ ഭർത്താവാടോ. എടോ, ശ്യാമയെ പോലെ ഇത്രയും കഴിവുള്ള ഗായികയെ കിട്ടിയത് ഒരു ഭാഗ്യം തന്നെയാ. പക്ഷെ യഥാർത്ഥ ഭാഗ്യം എന്താണെന്നോ? ശ്യാമയ്ക്ക് വലിയൊരു ഗായികയാവണമെന്നോ ലോകം തന്നെ തിരിച്ചറിയണമെന്നോ യാതൊരു ആഗ്രഹവും ഇല്ല. അഖിൽ സാർ എന്ന ഭർത്താവും പിന്നെ ശ്രീകൃഷ്ണനും, ആ ലോകം മാത്രം മതി ശ്യാമയ്ക്ക്. അത്യാഗ്രഹവും ഇല്ല, അതിമോഹവും ഇല്ല. എടോ അഖിലെ, താൻ ഭാഗ്യവാനല്ലേടോ. സത്യ, ഞങ്ങളുടെ മുറിയുടെ 4 ചുവരുകൾക്കപ്പുറം ഒരു ജീവിതം വേണമെന്ന ആഗ്രഹമേ ഇല്ല ശ്യാമയ്ക്ക്. അതുകൊണ്ട് തന്നെയാ ഞാൻ ശബ്ദം പോലെ തീരുമാനമെടുത്തത്. ശ്യാമയുടെ കഴിവുകൾ ലോകത്തിനു മുമ്പിൽ എത്തിക്കണമെന്ന്. സാധാരണ ഭാര്യയുടെ ആഗ്രഹങ്ങൾ ഭർത്താവ് സാധിച്ചു കൊടുക്കണമെന്നാണല്ലോ പറയാറ്. ഇവിടെ ഇപ്പൊ എന്റെ ആഗ്രഹം ഞാൻ ശ്യാമയെ കൊണ്ട് സാധിപ്പിക്കുക. ശ്യാമയെ ഞാൻ ഒരു മഹാഗായികയാക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.